എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങി, പക്ഷേങ്കിൽ ചിക്കൻ മസാല വാങ്ങിയില്ല. വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്തത് ചിക്കൻ മസാല തീർക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാലും നമ്മുടെ ഒരു ചിക്കൻ കറി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ ഒരു 3 ബേ ലീഫ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം, 4 നമ്മുടെ പെപ്പർ, ബ്ലാക്ക് പെപ്പർ, അതുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചതച്ച് വേണമെങ്കിലും ചേർക്കാതെ. അതിൻ്റെ കൂടെ ഇനി നമ്മൾ ചേർക്കുന്നത് പട്ടയാണ്, കറുവാപ്പട്ട, അതൊരു ചെറിയ പീസ്, അത് നമുക്കത് പൊട്ടിച്ചിട്ടേക്കാം. 3 ഗ്രാമ്പു, ഇത് നമ്മുടെ കസൂരി മേത്തിയാണ്, 1 ടീസ്പൂൺ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ 3 ഏലക്ക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് റെഡിയാക്കിയത്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവാള 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി ചെറിയൊരു കഷ്ണമുണ്ട്. പിന്നെ വെളുത്തുള്ളി 4 അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയതായിട്ട് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ വേഗം തന്നെ തയ്യാറാക്കാം. ഈ അരിഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ, ഇതിലേക്ക് അരിയുന്നൊരു താമസമേ ഉള്ളൂ. ഇത് ഒത്തിരി ഗോൾഡൻ ബ്രൗൺ ആയി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ നമ്മൾ ബാക്കി ചേരുവകളൂടെ ചേർക്കുകയാണ്. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, 1 പച്ചമുളകും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അധികം എരിയില്ലാത്ത പച്ചമുളകാണെങ്കിൽ 2 പച്ചമുളക് വരെ എടുക്കാം. എരി കൂടുതലാണെങ്കിൽ 1 പച്ചമുളക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വേണ്ടിപ്പിക്കാം. ഇപ്പോൾ തീച്ചിരി കൂട്ടി വെക്കാം, കാരണം ഇതൊന്ന് വഴന്ന് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടാണ് ചേർക്കുന്നത്. നമ്മൾ തീ നല്ല സിമ്പിളാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി, നമ്മുടെ ഗ്രേവിയുടെ സംഭവം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് ചിക്കൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, 1/4 കിലോ ചിക്കൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്വല്പം വെള്ളം അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം വെള്ളം ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സിമ്മിലാണ് തീയെ, കൂട്ടി വെക്കരുത്, അടിക്ക് പിടിക്കും. അപ്പം നല്ല ഇതിൽ ചിക്കൻ്റെ അകത്തുനിന്നുള്ള വെള്ളം കൂടെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ ഗ്രേവി തയ്യാറാക്കി കിട്ടാനായിട്ട്. അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ. അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയോ നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ കളറൊക്കെ വന്നിട്ടുണ്ട്. അടിപൊളി ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലാതെ ഇത് വെച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ അടിക്ക് പിടിക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു
1/4 ടീസ്പൂൺ മാത്രം അളവിൽ ഗരം മസാല ചേർക്കുകയാണ്. നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതുകൊണ്ടാണ് വളരെ കുറവ് അളവിൽ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അത് 2 കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ മല്ലിയില ഒഴിവാക്കാം. പക്ഷേ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, വളരെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് ഇത് ഇട്ട് കഴിയുമ്പോൾ ആ കറിക്ക്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഉള്ളിയുടെ തണ്ടില്ലേ, അത് നമ്മൾ ചെറുതായിട്ട് എടുത്താണ്. അപ്പോൾ ഉള്ളിത്തണ്ടൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയെ സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ തീയൊക്കെ അങ്ങ് ഓഫ് ചെയ്യാം. അടിപൊളി സംഭവം സെറ്റായിട്ടുണ്ട്. കാണാനൊക്കെ തന്നെ നല്ല ടേസ്റ്റ്, കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റാണ് അല്ലേ? കാണാനൊക്കെ ടേസ്റ്റ് ആണല്ലേ, കണ്ടാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എന്നാൽ നമ്മൾ ചിക്കൻ്റെ മസാല ഒന്നും ഇല്ലായിരുന്നു, എന്നാലും നമ്മൾ പതറില്ല, നമ്മൾ റെഡിയാക്കി എടുക്കും കറി അല്ലേ? അപ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. നമ്മുടെ മസാല ഇല്ല എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉള്ള കുറച്ച് ഗരം മസാലയുടെ പൊടി നമുക്ക് മിക്കവാറും വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ ഗരം മസാലയുടെ പൊടിയും പിന്നെ കുറച്ചുള്ള മസാലക്കൂട്ടുകളും ഒക്കെ കൂടിയിട്ടിട്ട് ഒരു കറി അങ്ങ് റെഡിയാക്കുക. സംഭവം സെറ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് കമൻസായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ ചെയ്ത് നോക്കിയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പിന്നെ ഇത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തൊരു ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ആ ഓപ്ഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കണേ. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് നിങ്ങളുടെ മൊബൈലിൽ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇതുപോലത്തെ ചെറിയ റെസിപ്പികളൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു വെറൈറ്റി ഒരു വിഭവമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.